ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോർഡർ പോവാതെ എങ്ങനെയാണ് പാനൽ കട്ട് ചെയ്യാന്ന്. ഇന്ന് നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് പാനലിന് വേണ്ടിയിട്ട് ഞാൻ 8 ആക്കി മടക്കിയിട്ടുണ്ട്. 8 പാനലാണ് ഞാൻ എടുക്കുന്നത്. 3.5 മീറ്റർ ക്ലോത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. എനിക്കിവിടെ 28.5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അതിൽക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 29 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഹാഫ് എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 8 ആക്കിയിട്ട് മടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 16 ആക്കിയിട്ടും മടക്കട്ടോ. ഞാനിവിടെ 8 ആക്കിയിട്ടേ മടക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ 8 ആയിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഹിപ്പ് റൗണ്ടിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സംഖ്യ കിട്ടുമല്ലോ, അതിൽക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ സംഖ്യേനെ 2 കൊണ്ട് ഹരിക്കുക. നിങ്ങൾ 16 ആയിട്ടാണ് മടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 8 ഡിവൈഡ് ചെയ്ത് കൊടുത്ത് 16 കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കിട്ടിയ 3.1 നമുക്ക് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ അളവൊക്കെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. എക്സ്ട്രാ നമ്മൾ ലൂസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. കറക്റ്റ് അളവിൽ തന്നെ നമ്മളിത് ചെയ്യുക. എന്നിട്ട് ഈ ബോർഡർ വരെ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചധികം വലിയ ബോർഡർ അല്ലേ. നമുക്ക് വലിയ ബോർഡർ ആകുമ്പോൾ നമ്മളിതിൻ്റെ പാനൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബോർഡറിൻ്റെ അവിടെ വരെ നിർത്താതെ അതിൻ്റെ ബോർഡറിൻ്റെ കുറച്ച് താഴെ വരെയെങ്കിലും ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടെ. മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യേണ്ട, ഒരു ഇതിൽ കാണുന്ന 2 ലൈനിൽ അത് വരെയെങ്കിലും ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. മറ്റേതിങ്ങനെ ആരോ വീഡിയോ പറഞ്ഞിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊട്ട പോലെ താഴെ നിൽക്കൂലേന്ന്. അപ്പോൾ ഇത്രയും വലിയ ബോർഡർ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് താഴെ വരെയെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി.